ഡോക്ടർ നമ്മൾ അത്രയും കാത്തിരുന്ന് കിട്ടുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോളൂ, ഒരുപാട് ഹെവി ആയിട്ടുള്ള പണിയൊന്നും എടുക്കണ്ട, സ്റ്റെയർ കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, പിന്നെ ചില ഫ്രൂട്ട്സ് കഴിക്കരുത്, കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അടുത്ത സ്കാനിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞു തന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അതുവരേക്കും എല്ലാം സ്മൂത്തായിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ പിറ്റേ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഛർദ്ദിച്ച് കളയില്ല, ഇങ്ങനെ ഓക്കാനിച്ചുകൊണ്ടേയിരിക്കും. കിച്ചണിലേക്ക് പോകാൻ പറ്റില്ല. ഏട്ടനാണെങ്കിൽ ലീവും കിട്ടായിരുന്നില്ല. സോ ഏട്ടൻ എനിക്ക് വേണ്ടുന്ന എനിക്ക് ലോ BP ആണ്. അപ്പോൾ എനിക്ക് ബെഡിൻ്റെ സൈഡിൽ തന്നെ 3 ലിറ്റർ വെള്ളം കുടിക്കണമല്ലോ ഡെയിലി. അപ്പോൾ അതിന് വേണ്ടുന്ന വെള്ളം ബോട്ടിലിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നിറച്ച് വയ്ക്കും. 2 ബോട്ടിൽ 1.5 ലിറ്ററിൻ്റെ 2 ബോട്ടിലാക്കിയിട്ട് നിറച്ച് വയ്ക്കും. അത് ഫുള്ളായിട്ട് വരുമ്പോഴേക്കും ഞാൻ കഴിച്ചിട്ടുണ്ടാകുന്ന തരത്തിൽ അതൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഞാനും ഏട്ടന് മാത്രമേ ഉള്ളൂ. ഏട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അസഹനീയമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രോബ്ലം ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഞാൻ പിന്നത്തെ പ്രാവശ്യം കാണിക്കാൻ പോയപ്പോൾ ഡോക്ടറോട് പ്രഗ്നൻസി സേവ് ചെയ്യേണ്ട മെഡിസിൻ കാര്യങ്ങളൊക്കെ തരുവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ അത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു 2.5 മാസം, ഏകദേശം ഒരു 3 മാസം ആവാനാകുമ്പോഴേക്കും നാട്ടിലേക്ക് വരാനാണ് പ്ലാൻ ഇട്ടത്, ട്രാവൽ കുറച്ചുകൂടി സേഫ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതുവരെയുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു. ഇതിനിടെ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യത്തെ തവണ സ്കാൻ ചെയ്ത ആളല്ല രണ്ടാമത്തെ തവണ സ്കാൻ ചെയ്യുന്നത്. സോ എൻ്റെ ഈ ഒരു ഓവറി ഇല്ലാത്തത് ഓരോരുത്തരോടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു, റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്തതുണ്ടാവുമല്ലോ, ആ ഡോക്ടർ വന്നിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഭയങ്കര സൈലൻ്റായി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിന് മുമ്പ് അബോർഷൻ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പെയിൻ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര നെർവസായി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ബേബി ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബേബിയെ കാണിച്ചു തന്നായിരുന്നു. ബേബി ഓക്കെ ആണ്, ഹെൽത്തി ആണെന്ന് പറഞ്ഞ ആളാണ് പിന്നെ എന്നോട് ഇത് ചോദിക്കുന്നത്. എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡായി. ഒന്നാമത് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കണം, നമ്മൾ നെർവസ് ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എനിക്ക് വരികയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബേബി ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ ഡോക്ടർ ഒന്നും പറയാതെ പോയി കേട്ടോ. അപ്പോൾ അവിടെ ഒരു മലയാളി സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര നെർവസായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് ഇനി മറ്റേ ഡോക്ടറടുത്തേക്ക് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ഞാൻ ഓടി വന്ന ഏട്ടനോട് കാര്യം പറഞ്ഞു, ഏട്ടാ എന്തോ പ്രോബ്ലം ഉണ്ട്, ഡോക്ടർ അങ്ങനെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല, സ്കാൻ ചെയ്ത ഡോക്ടർ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല, എന്നോട് എന്തൊക്കെയല്ലോ ചോദിച്ചു, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റക്കരച്ചിലാണ് അവിടുന്ന്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും കൊതിച്ച് കിട്ടിയതല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. ഞാൻ വല്ലാതെ കരഞ്ഞു. അപ്പോൾ ഏട്ടന് വല്ലാതെ ടെൻഷനായി. ഞാൻ പറഞ്ഞു, ഏട്ടാ വാ നമുക്ക് വേഗം തന്നെ ചോദിക്കുക, ഇത് വെച്ച് നിൽക്കാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. ഈ മൈൻഡിൽ അത്രയും നേരം നമ്മൾ ആ ടെൻഷൻ എടുത്തിരിക്കണ്ടേ, മറ്റേ ഡോക്ടറെ എപ്പോൾ കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ, അർച്ചന ഡോക്ടറെ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വേഗത്തിൽ ഉള്ളിൽ പോയിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാതിലിന് തട്ടിയപ്പോൾ തന്നെ ആ നേഴ്സാണ് വന്നത്. അപ്പോൾ നേഴ്സിനോട് ഇങ്ങനെ ഞാൻ കരഞ്ഞു കണ്ടപ്പോൾ തന്നെ ഒരു വിധമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് സിസ്റ്റർ വെച്ച് എന്നാ പറ്റിയെന്ന്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, മുമ്പത്തെ സർജറി കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ചോദിച്ചതാണ്, ഓരോ ഡോക്ടറല്ലേ, അതുകൊണ്ടാണ്, ബേബി ഓക്കെയാണ്, സേഫാണ്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു, കരയല്ലേ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ കൂളായി. രണ്ടാമത്തെ തവണ വല്ലാതെ ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ദിവസം ഈ പറഞ്ഞ പോലെ എനിക്ക് ഫുഡൊന്നും വീട്ടിൽ കുക്ക് ചെയ്തുകൂടാ, ഏട്ടന് വേണ്ടുന്ന ഫുഡ് പോലും കുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓണാക്കുന്ന ഒരു ഇത് വന്നാൽ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ ടൈമിലൊന്നും ഷുഗറായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രൂട്ട്സ് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, കിവി, പിയേഴ്സ്, അങ്ങനെ നമ്മൾ ഏറ്റവും നല്ലതായിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നു. ഇത് കഴിച്ചിരിക്കൽ തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള പണി. അങ്ങനെ നമ്മൾ 3 മാസം ആവാറാകുമ്പോൾ നാട്ടിലേക്ക് വരികയാണ്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് വരികയാണ്. കാരണം 12ാമത്തെ വീക്കിലൊരു സ്കാനിങ് ഉണ്ടായിരുന്നു, അത് അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. സോ നമുക്ക് നാട്ടിൽ വന്നിട്ട് എന്നെ ഓപ്പറേഷനൊക്കെ നടത്തിയിട്ടുള്ള ആ ഡോക്ടറെയാണ് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത്. സോ ആ ഡോക്ടറെ കാണിച്ചിട്ട് അവിടുന്ന് സ്കാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നാട്ടിലെത്തിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ 9ാം തീയതിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ 9-ാം തീയതി കാണിക്കാൻ പോയി. അവിടെ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഫാമിലിയിൽ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്നൊക്കെ നോക്കുമല്ലോ. ഇപ്പം ഡയബറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ അച്ഛന് ഡയബറ്റീസ് ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും എനിക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അത് അവർ നോട്ട് ചെയ്തു, ഡീറ്റെയിൽസൊക്കെ എടുത്തു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ GCT ചെക്ക് ചെയ്തു. സോ അതിൽ വന്നിട്ട് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല, നോർമലായിരുന്നു. പക്ഷേ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ഫാസ്റ്റിംഗ് ഷുഗറൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. സോ 100 എബോവ് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഡോക്ടറെ വിളിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ 12ാമത്തെ വീക്കിലെ സ്കാനിങ് കഴിഞ്ഞു. അതായത് ബേബിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ NT സ്കാനിങ് എന്ന് പറയും. ഇതൊക്കെ എല്ലാം അറിയാനുള്ള സ്കാനിങ് ഒക്കെ നടത്തി. ബേബിയോ ഒന്നും കുഴപ്പമില്ല, 95% ബേബിക്കൊരു കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. എല്ലാം സേഫാണെന്ന് പറഞ്ഞു. ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ വെറുതെ ഒന്ന് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ 3 മാസമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ വന്നിട്ട് 100 കൂടുതൽ കാണിച്ചപ്പോൾ ഞാൻ 2-3 ദിവസം ഞാൻ ചെക്ക് ചെയ്തു. 2-3 ദിവസം ഈ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് ഷുഗർ എനിക്ക് 100 എബോവ് കാണിക്കുന്നു, 90 ബിലോ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് വന്ന് കാണിക്കാൻ പറഞ്ഞു, GTT ചെയ്യാനുള്ള പ്രിപ്പറേഷനിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ വേണം പോകാനായിട്ട്. ഒന്നും കഴിക്കാതെ പോയി ചെക്ക് ചെയ്തപ്പോൾ 107 ആയിരുന്നു എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും എനിക്ക് ഷുഗർ കൂടുതൽ തന്നെയാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷുഗർ എന്താ പറയുക നോർമൽ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അല്ലാതിരിക്കുമ്പോൾ കൂടുതൽ തന്നെയാണ് കാണിക്കുന്നത്. സോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഷുഗർ വളരെ കൂടുതലാണ്, ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല. കാരണം 3-ാമത്തെ മാസമല്ലേ ആയുള്ളൂ. ഞാനിത് ചെക്ക് ചെയ്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അറിഞ്ഞത്. GCTയിൽ നോർമലുമായിരുന്നു. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാനത് ചെക്ക് ചെയ്യാൻ തോന്നിയത് വളരെ നന്നായി. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എന്നോട് ഒരാഴ്ചയല്ല 3 ദിവസം ഫുഡ് കൺട്രോൾ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ചെക്ക് ചെയ്ത് 3 ദിവസത്തെ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഇത് തന്നെയാണ് പ്രോബ്ലം. എനിക്ക് ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴും കുറയുന്നില്ല. അത്രയും അരമണിക്കൂർ നടന്നിട്ടും എനിക്ക് കുറയുന്നില്ല. അപ്പോൾ ഡോക്ടർ ഇൻസുലിൻ എടുക്കാനാണ് പറഞ്ഞത്. സോ അന്ന് തന്നെ നമ്മൾ 3 ദിവസം കഴിഞ്ഞ് കാണിക്കാൻ പോയല്ലോ, അന്ന് തന്നെ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അന്ന് തന്നെ അഡ്മിറ്റായി. കാരണം ഇൻസുലിൻ എടുക്കുമ്പോൾ അതിൻ്റെ ഡോസേജ് അറിയണം, അതുപോലെ തന്നെ അത് വയ്ക്കാനും അറിയണം. ഇത് രണ്ടും ഒരു 1-1.5 ദിവസത്തോളം അഡ്മിറ്റായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഇൻസുലിൻ എടുക്കേണ്ടതെന്നും എല്ലാം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പഠിച്ചു. പിന്നെ വീട്ടിൽ വന്നു. എടുക്കേണ്ടത് 3 നേരം ഇൻസുലിൻ എടുക്കണം. രാവിലെയും ഉച്ചക്കും രാത്രിയിലും എടുക്കണം. ഇൻസുലിൻ എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സൂചി വെക്കാൻ പേടിയുള്ള ഞാനാണ് എൻ്റെ ദേഹത്ത് തന്നെ കുത്തേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ മെൻ്റലി പ്രിപ്പയർ ആയി. കാരണം നമ്മളൊരു ബേബിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നമുക്കിതൊന്നും ഒരു വിഷയമായിരിക്കില്ല. സോ എല്ലാ ദിവസവും വെക്കണം. അതുപോലെ കൃത്യമായിട്ട് 5 നേരമാണ് ഫുഡിൻ്റെ ഒരു ചാർട്ട് എനിക്ക് തന്നു. 5 നേരം ഫുഡ് കഴിക്കുക, 5 നേരം അരമണിക്കൂർ വെച്ച് നടക്കുക. ഇത് മാസം കഴിയുന്തോറുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരമണിക്കൂർ നടന്നാലൊന്നും ഏൽക്കാതെയായി. അപ്പോൾ ഞാൻ 1 മണിക്കൂർ നടക്കും. ഓരോ പ്രാവശ്യം ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഓരോ മണിക്കൂർ നടക്കും. ചോറിൻ്റെ അളവ് വളരെ കുറച്ചു. ഞാനൊരു 3-4 സ്പൂണൊക്കെ ചോറ് കഴിക്കായിരുന്നുള്ളൂ. ബാക്കി കഴിച്ചുകൊണ്ടിരുന്നത് ഈ പയർ വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നട്ട്സ്, കടല, പച്ചക്കറികൾ, പിന്നെ ചിക്കനൊക്കെ കഴിക്കുമായിരുന്നു. ഫിഷ് എന്ന് വെച്ചാൽ ചെറു മത്സ്യങ്ങൾ മാത്രം. അങ്ങനെ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡായിട്ടുള്ള സകലതും ഞാൻ ഒഴിവാക്കി. ഞാൻ ഈ പ്രഗ്നൻസിയിൽ പുറത്തുനിന്നുള്ള ഒരു ഫുഡും, അതായത് ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാം ഹോംലി ഫുഡ് പോലത്തെ തന്നെയാണ് കഴിച്ചത്. പിന്നെ കൂടുതലും പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്തവണ എനിക്ക് ഒരു ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ 3 മാസം കഴിച്ച ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് മുട്ട, പാല്, ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡാണ് കഴിച്ചത്. പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒത്തിരി വെയിറ്റ് വയ്ക്കില്ല, പക്ഷേ ബേബിക്ക് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഷുഗറിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ മന്ത് കഴിഞ്ഞ് പോകാൻ തുടങ്ങി. പക്ഷേ എനിക്ക് വില്ലനായിട്ട് വന്നത് എനിക്ക് വെരിസ്കോസിസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മന്ത് മുതൽ തന്നെ എനിക്ക് വെരിസ്കോസിസ് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റോട്ട് ആകുമ്പോഴേക്കും പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. സോ ഈ ഒരു 1 അവർ നടക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത പെയിനായിരുന്നു. പക്ഷേ 1 മണിക്കൂർ സഹിച്ചിട്ട് തന്നെ ഞാൻ നടന്നു. ആരോടും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല, ഒന്ന് കരഞ്ഞിട്ട് കൂടിയില്ല. കാരണം പൊട്ടിപ്പോകുന്ന വേദനയായിരുന്നു. പക്ഷേ എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല.
ബേബി ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഒരുപാട് പേര് പലതും പറഞ്ഞ് ഉപദേശിക്കും, പലതരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇപ്പോൾ ഒരു ബേബി വരാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ വേദന നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സാധാരണ പ്രഗ്നൻസി പോലെ ആയിരുന്നില്ല, എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു. ഈ ഒരു ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഇൻസുലിനും എടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഷുഗർ മാറുമെന്നുകൂടി എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് പെയിൻ, എനിക്ക് ഏറ്റവും പെയിൻഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് വെരിസ്കോസിസ് ആണ്. അത്ര ഹെവി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, സിവിയർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മളെ പലതരത്തിലും ഉപദേശിക്കാൻ വരുന്നവർ, അല്ലെ ഇതിന് മുമ്പ് ഒരുപാട് തവണ നിങ്ങൾ അവരെ കാണിച്ചില്ലേ, ഇവരെ കാണിച്ചില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, എന്താ നിനക്കൊരു കുഞ്ഞുണ്ടാവാത്തെ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇതാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്രയും വേദന സഹിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ പ്രത്യേകിച്ചിട്ടൊരു ഉപദേശം തരേണ്ട ആവശ്യമോ സഹതപിക്കേണ്ട ആവശ്യമോ ഇല്ല. നമുക്ക് മാത്രമേ ഈ അനുഭവിക്കുന്ന ആൾക്കാർക്കും അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും മാത്രമേ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡെലിവറി ത്രൂ ഔട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനും റീസൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ മെൻ്റലി ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടെത്താം. നിങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഏറ്റവും കംഫർട്ടബിളെങ്കിൽ അവിടെ നിൽക്കുക, നിങ്ങളുടെ വീട്ടിലാണ് കംഫർട്ടബിളെങ്കിൽ ഇവിടെ നിൽക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യുക. എനിക്ക് ഹസ്ബൻഡിൻ്റെ അച്ഛനോ അമ്മയോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് മെൻ്റലി ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ എൻ്റെ വീട്ടിലാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ എത്തിയത്, ഞാൻ ഇവിടെ നിന്നത്. അതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, അവർ സപ്പോർട്ടായിട്ട് എന്നെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല, ഇത്രയും വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, നമ്മളെ അമ്മയെ കുറച്ചുകൂടെ ഡിസ്റ്റർബ് ചെയ്യാനായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, എന്നെ വേദനിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നല്ല ഉണ്ടായത്, എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡയറക്റ്റായിട്ട് വന്നിട്ട് എന്നെ ഹേർട്ട് ചെയ്യില്ല, അതിനുള്ളൊരു ധൈര്യമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ നിന്നത്. പിന്നെ നമ്മൾ വയ്യാതിരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഉണ്ടാവുക. കുറച്ചുകൂടെ നമുക്ക് അമ്മയൊക്കെ ആണല്ലോ, കുറച്ചുകൂടെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ കുറച്ച് കംഫർട്ടബിളായിട്ട് ഉണ്ടാവുക. സോ ഞാൻ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ എവിടെയാണോ കംഫർട്ട് അവിടെ നിൽക്കാം. അപ്പം എനിക്ക് 2 ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കൂടുതലും വളരെ നല്ല രീതിയിലും ഉണ്ടായിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഒരു ലക്ക് എന്ന് പറയുന്നത്. ഹസ്ബൻഡും അതെടുത്ത് പറയേണ്ടതാണ്. ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡെലിവറി എടുക്കും തോറും എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ചെറിയ പെയിൻ ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ വെരിസ്കോസിസിൻ്റെ അവസ്ഥ തന്നെയാണ് എനിക്ക് പേടി. അപ്പോൾ ഡോക്ടറോട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് 34ാമത്തെ വീക്കിൽ സ്കാനിങ്ങിന് പോയപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ ഓപ്പറേഷൻ ആവുമോ ഇത്, കാരണം എനിക്ക് നോർമൽ ഡെലിവറി പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഡോക്ടർക്ക് അറിയായിരുന്നു എൻ്റെത് ഓപ്പറേഷൻ ആയിരിക്കുന്നു, ഡോക്ടർക്ക് അറിയായിരുന്നു. കാരണം ഓൾറെഡി എനിക്ക് 2 സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഓപ്പറേഷൻ, അതും 2 മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അടുത്തത് ഒരു ഓപ്പറേഷൻ ആയിരിക്കും. പക്ഷേ ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞില്ല. നേരെ മറിച്ച് എന്നോട് പറഞ്ഞത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല എങ്കിൽ നമ്മളെപ്പോഴും നോർമൽ ഡെലിവറി മാത്രമേ ട്രൈ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ഞാൻ ഒരു നോർമൽ ഡെലിവറിക്കും പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷേ എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു. കാരണം ബേബിയുടെ എന്താ പറയുക, ഫുൾ ഇത് നമ്മളുടെ കയ്യിലാണ്. പുഷ് ചെയ്യാനോ മറ്റോ പറ്റാതിരിക്കുമോ. കാരണം ഞാൻ ഫുൾ വീക്കാണ്. ഞാൻ ആകെ വെയിറ്റ് ഗെയിൻ ചെയ്തത് 6 kg ആണ്. അതിൽ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത് വളരെ കുറവാണ്. കാരണം ബേബിയുടെ ഫ്ലൂയിഡ്, ഇങ്ങനത്തെ ബേബി കിടന്ന ഫ്ലൂയിഡ്, ഇതിൻ്റെയൊക്കെ വെയിറ്റ് ആണല്ലോ. അല്ലാതെ ഞാൻ ഈ കയറിയ വെയിറ്റ് വന്നിട്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കുള്ള പേടി എന്ന് വെച്ചാൽ, ഞാൻ ഫുഡിൻ്റെ ഒരു ഇത് വന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് വെയിറ്റ് അഥവാ കുറഞ്ഞു പോകാൻ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ കറക്റ്റ് വെയിറ്റ് ആയിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്യുമ്പം പറയുന്നുണ്ടായിരുന്നു ഓവറല്ല അണ്ടറും അല്ല, ഇത് നല്ല കറക്റ്റ് വെയിറ്റിലാണ് പോകുന്നത്. ഡോക്ടർ വളരെ ഹാപ്പിയായിരുന്നു. കാരണം ആ എക്സസൈസെല്ലാം ഒരു കോംപ്രമൈസും ഇല്ലാതെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ വളരെ ഹാപ്പിയാണ്. അങ്ങനെയാണ് ഞാൻ പോയി ചോദിച്ചത് ഓപ്പറേഷൻ്റെ കാര്യം. അതുകൊണ്ടാണ് എനിക്ക് ചീത്ത കിട്ടിയത്.
അങ്ങനെ പിന്നെ പറഞ്ഞത് 4-ാം തീയതി ഒക്ടോബർ 4-ന് വന്നിട്ട് നമുക്ക് PV ചെയ്യാം, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 22-ാം തീയതി സെപ്റ്റംബർ 22 ആകുമ്പോഴേക്കും തന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഞാൻ വേഗത്തിൽ പ്രസവിച്ച് പോകും തോന്നുന്നു, ഏട്ടനൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. 23-ാം തീയതി ഏട്ടൻ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അതിനു മുമ്പേ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക്. മെയിനായിട്ട് ഈ വെരിക്കോസിൻ്റെ ഓവർ പെയിൻ കൊണ്ടാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു എൻ്റെ കാല്, അത്രയും വണ്ണത്തിൽ ചെറുനാരങ്ങയുടെ വലിപ്പത്തിനോളം ഉണ്ടായിരുന്നു കാല്, 2 കാലിനും. അപ്പോൾ ഒരടി നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ലാസ്റ്റോട്ടൊക്കെ ആയപ്പോൾ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് തല ചുറ്റുമായിരുന്നു. സോ ആരെങ്കിലും 2 സൈഡിലും പിടിച്ചാൽ മാത്രമേ എനിക്ക് നടക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ വീണ് പോകുമായിരുന്നു. കാരണം ഒന്നാമത് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ബോഡി വളരെ വീക്കായിട്ടുണ്ടായിരുന്നു ലാസ്റ്റോട്ടായപ്പോഴേക്കും. സോ എനിക്ക് 4-ാം തീയതി അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു PV ചെയ്തപ്പോൾ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി PV ചെയ്യാൻ അവിടെ കിടന്നപ്പോൾ തന്നെ അതിനു മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ, വേറെ ഡോക്ടറാണ് ചെക്ക് ചെയ്തത് ലേബർ റൂമിൽ പോയിട്ട്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയപ്പോൾ തന്നെ എന്നോട് അവിടുത്തെ ഒരു ലേഡി ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്തായാലും ഓപ്പറേഷൻ ആയിരിക്കും, ഓൾറെഡി സർജറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഓപ്പറേഷൻ ആയിരിക്കും, നോർമൽ നോക്കാൻ പറ്റില്ല, എന്തായാലും നമുക്കൊന്ന് PV ചെയ്ത് നോക്കാനായിട്ട് PV ചെയ്തു. PVയുടെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയണ്ടല്ലോ, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു PV വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന ഒട്ടും പെയിൻ ഉണ്ടാവില്ല എന്ന്. പക്ഷെ അത് ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു പെയിനിൻ്റെ കാര്യം ഉണ്ടാവുക. എനിക്ക് PV ചെയ്യാൻ ആദ്യമൊന്നും എനിക്ക് ഒട്ടും പെയിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് എനിക്ക് നന്നായിട്ട് ഉള്ളിലോട്ട് നോക്കുമല്ലോ, അപ്പോഴാണ് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഞാൻ നന്നായിട്ട് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കൈ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ലേഡി ഡോക്ടറാണ് കേട്ടോ ചെയ്തത്, പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് റിലാക്സ് ആവാൻ പറ്റും, ബ്രീത്ത് ചെയ്യാൻ കൂടി മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് കൂടെ മറന്നുപോയൊരവസ്ഥയായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ PV കഴിഞ്ഞതിന് ശേഷം നടക്കാനോ അങ്ങനത്തെ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, ചെയ്യുന്ന ടൈമിലുള്ള പെയിന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെയ്തപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ എത്തിയത്. അപ്പോൾ ഡോക്ടർ എന്നെ കാണിക്കുന്ന ഹരിപ്രസാദ് ഡോക്ടർ എത്തിയത്. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചു. ബേബി ഇറങ്ങി വന്നിട്ടൊക്കെ ബേബി ഡൗൺ പൊസിഷൻ ആയിട്ടുണ്ട്, പക്ഷെ വന്നിട്ട് ഒരുപാട് ഇറങ്ങി വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കേസിൽ വന്നിട്ട് ഒരുപാട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് എന്തായാലും സർജറിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 38 വീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി ഫുൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. സോ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബേബി എടുക്കാം എന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം 5-ാം തീയതി. അപ്പോൾ 5-ാം തീയതി സർജറിക്കൊക്കെ പ്രിപ്പയറായി, എല്ലാം എൻ്റെ ECG കാര്യങ്ങളൊക്കെ എടുത്ത് എന്നെ റൂമിലേക്ക് മാറ്റി. അതുമുതൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹെവി ആയിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഒരു 11 മണിയാകുമ്പോൾ 5-ാം തീയതി ഒരു 11 മണിയാകുമ്പോഴാണ് എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. 12 മണിക്കാണ് എൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:45 ആകുമ്പോഴേക്കും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു 1 സംതിങ് ഒക്കെ ആകുമ്പോഴേക്കും എന്നെ ഒബ്സർവേഷനിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. 12:34 മറ്റുമാണ് ഇവൻ ജനിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ബേബിയെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ഡോക്ടറുണ്ട്, അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയാവുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തേലും നോക്കുന്നത്, നിനക്ക് വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നോട് അനസ്തേഷ്യൻ്റെ ഡോക്ടർ കേട്ടോ, ഹരിപ്രസാദ് ഡോക്ടർ അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സത്യം പറയാമല്ലോ, അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ യാതൊരു പെയിനും ഇല്ല. അതിന് ഓപ്പറേഷന് പേടിച്ചിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, എനിക്കൊരു പെയിൻ ഉള്ളതായിട്ട് തോന്നിയില്ല. കയ്യിലൊക്കെ എടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ അത്ര പെയിനേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുക. ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തരിപ്പാവാൻ തുടങ്ങും. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ വന്നിട്ട് നമുക്കൊരു പെയിനും ഉണ്ടാവില്ല. അങ്ങനെ ബേബിയെ പുറത്തേക്ക് എടുക്കുന്ന നിമിഷം എനിക്ക് കാണിച്ചു തന്നു. ഡോക്ടർ വന്നിട്ട് ബേബിയെ കാണിച്ചു തന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ബേബിയെ കാണിച്ചു തന്നപ്പോൾ എന്നോട് പറഞ്ഞു ബോയ് ബേബിയാണ്. അപ്പോൾ ഏട്ടന് പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞു ബേബി ഓക്കെയാണ്, ആവശ്യത്തിന് വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ബേബിയെ കൊണ്ടുപോയി പിന്നെ അവർ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യലും പോലത്തെ കാര്യങ്ങളൊക്കെ അവർ തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ കുറേ സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രൊസീജിയർ കുറേ സമയം ഉണ്ടാവും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെ ഏട്ടന് ആദ്യം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതും സാധിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അമ്മ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ
ബേബിയെ നേരെ NICUവിലേക്ക് കൊണ്ടുപോകണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഷുഗർ ഉണ്ടായതുകൊണ്ട് ബേബിയുടെ ഷുഗർ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ബേബി ഒരു ദിവസം ഫുള്ള് NICUവിലായിരിക്കുന്നത് ഞാൻ അന്നാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് തവണ ബേബിയെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ബ്ലഡ് ഇങ്ങനെ കുത്തി എടുക്കണമല്ലോ, അവൻ അത്രയും വേദന സഹിക്കണ്ടെന്നൊക്കെ വെച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്റ്റിച്ച് ഇടുന്ന പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ഒരു ചെറിയ കരച്ചിൽ കേട്ടോ. അപ്പോൾ മോനെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് എൻ്റെ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവൻ കരയുന്നതാണ് കേട്ടത്. എൻ്റെ കണ്ണ് ഇങ്ങനെ ജസ്റ്റ് ഒരു തുണി ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തുണി മാറ്റി തന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ കണ്ടോളൂ, ഒരു ഉമ്മ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് സിനിമയിലും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഇരുന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ഉമ്മ കൊടുത്തു ആദ്യമായിട്ട്. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞ് ഒഴുകുമായിരുന്നു. എത്രയോ വേദനക്കൊടുവിലാണ് എൻ്റെ മുത്തിനെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പിന്നെയുള്ള നിമിഷം എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ എൻ്റെ മോനെ കൊടുക്കുമ്പോൾ എൻ്റെ ഏട്ടന് അത്ര ഹാപ്പി ആയിരിക്കും, ഏട്ടൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും, ഇതൊക്കെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു ഞാൻ. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം NICUവിൽ വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ ടെൻഷനിലായിരുന്നു അവരും. പിന്നെ എന്നെ റൂമിലേക്ക് മാറ്റുന്ന സമയമായപ്പോൾ ഏട്ടനെയും അമ്മയും എനിക്ക് കാണിച്ചു തന്നു. അവർ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെയിറ്റ് അറിയുന്നത്. ബേബി 3.16 kg ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അണ്ടർ വെയ്റ്റും അല്ല ഓവർ വെയ്റ്റും അല്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടത്, ഞാൻ ഇപ്പോൾ ഒരു 9 മാസത്തോളം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് അത്രയും ഉണ്ടായിരുന്നു. അതിനുള്ളൊരു റിസൾട്ട് എൻ്റെ ബേബിക്ക് കിട്ടി. ബേബിക്ക് ഷുഗർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ചാൻസ് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ബേബി എല്ലാം ഓക്കെ ആയിരുന്നു. അതൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്നെ തിയേറ്ററിൽ നിന്ന് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ബേബിയെ ഫീഡ് ചെയ്യാൻ കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക ഡോറിൻ്റെ അടുത്തേക്ക്, എൻ്റെ മോൻ എപ്പോൾ വരിക എന്നുള്ള ഇതിൽ. ഞാൻ പക്ഷേ മോനെ ശരിക്കും ഫേസ് കൊതിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നഴ്സ് വന്നിട്ട് ഫീഡ് ചെയ്ത സമയത്ത് ഞാൻ നഴ്സിനോട് ചോദിച്ചു, എനിക്ക് എൻ്റെ മോനെ ഒന്ന് ശരിക്കും കാണിച്ചു തരുമെന്ന്. അപ്പോൾ നഴ്സ് എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ പിടിച്ച് കാണിച്ചു തന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവിടുത്തെ നഴ്സായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ഷിഫ്റ്റിൽ ആ നഴ്സ് വന്നപ്പോൾ ബേബിയെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ എന്നോട് ഇങ്ങനെ മാസ്ക് ഇട്ടുകൊണ്ട് നമുക്ക് ആരും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ രന്യല്ലേ, എന്നെ അറിയുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആളെ മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ബേബി ഒന്നുകൂടെ കാണിച്ചു തരുമെന്ന്. അപ്പോൾ അവൾ എനിക്ക് എൻ്റെ അടുത്ത് കാണിച്ചും തന്നു. എനിക്ക് ഉമ്മ കൊടുക്കാനും എൻ്റെ അടുത്ത് തന്നു. അപ്പോൾ ബേബി ഉണ്ടല്ലോ, ഞാൻ വാവേന്ന് വിളിച്ചപ്പോൾ ബേബി എന്നെ വേഗം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒട്ടി നിന്നു. അതൊക്കെ ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്ര നാൾ സഹിച്ച പെയിനൊന്നും എന്ന് എനിക്ക് തോന്നി. ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ 2 പാരൻസിനും ഞങ്ങളുടെ ഫാമിലിക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഈ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം എന്താണ്, ഇത് ഫേസ് ചെയ്ത ആൾക്കാർക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പേടിക്കാനുണ്ടോ, ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. എൻ്റെത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു. കാരണം ഈ ഒരു ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്കാണ് സംഭവം പോകുന്നത്. സോ ഇത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്, പക്ഷേ നമുക്കത് സോൾവ് ചെയ്യാനും പറ്റും. അതാണ് എൻ്റെ ഒരു കേസിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരു ഡെലിവറി സ്റ്റോറി ഞാൻ ജസ്റ്റ് വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്. കാരണം ബേബി ഉണ്ടാകുമ്പം എനിക്കിത് മാക്സിമം ഈ ബേബി കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ സ്റ്റോറി പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഞാൻ സ്പീഡായിട്ട് പറഞ്ഞു തീർത്താണ്. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 7 വർഷത്തിനിടെ 7 വർഷത്തിൽ ഒരു 1.5 വർഷം വിട്ടേക്കും. അപ്പോൾ ഒരു 5.5 വർഷത്തോളം ഒരു ബേബിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുടെ മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ, അവരനുഭവിക്കുന്ന പെയിനൊന്നുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അതല്ലാന്ന്. കാരണം ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓരോ സ്ത്രീയുടെയും പെയിനാണ് ഏറ്റവും വലിയ പെയിനെന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ, ഇപ്പം നമ്മളുടെ റിലേറ്റീവ്സ് അങ്ങനെയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ എനിക്ക് പലരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്. നേരെ മറിച്ചിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട്, നമ്മളുടെ റിലേറ്റീവ്സ് തന്നെ ഉണ്ട്. അല്ലാതെ ഒരുപാട് വേദനിപ്പിച്ച ആൾക്കാരും ഉണ്ട്. ഒരു കുഞ്ഞിനെ നിനക്കിപ്പം ഇത്രയായിട്ടും നിനക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ, അതെന്താണ് ദൈവം നിന്നോട് അങ്ങനെ കാണിച്ചതെന്ന് മുഖത്ത് നോക്കി ചോദിച്ച ആൾക്കാരുണ്ട്.
ഒരു നമ്മൾ ഒരു ബേബിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു ബേബിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ സഫർ ചെയ്യുന്നുണ്ട് എന്നൊന്നും മനസ്സിലാക്കാത്ത നമ്മളെ തന്നെ പിടിച്ചു വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനത്തെ സ്ത്രീകൾ തന്നെയാണ് മാക്സിമം ഇങ്ങനത്തെ ടോർച്ചർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീകൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ പെണ്ണിനോട് ചോദിക്കാതെ അവളുടെ ഹസ്ബൻഡിനോട് ചോദിച്ചോ. കാരണം ഇതിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ടോർച്ചറിങ് അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ മെൻ്റലി പ്രിപ്പയർ ആവേണ്ടതും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അവരെ തന്നെ വീണ്ടും 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 ഹേർട്ടാക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അവഗണന നേരിട്ടിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ. ഒരു ഫംഗ്ഷന് പോകാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ വാരിയെടുക്കാൻ ഞാൻ പേടിച്ചിട്ടുണ്ട്. ആരുടെ വായിൽ നിന്ന് എന്താണ് വരിക എന്നറിയാതെ. പിന്നെ നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആരെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അവരായിട്ടായിരിക്കും പിന്നെ കമ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോഴാണ് ഓരോരുത്തരുടെയും തനിനിറ നമുക്ക് മനസ്സിലാവുന്നതും. ആരൊക്കെയാണ് നമ്മളെ കൂടെയുള്ളത്, ആരൊക്കെയാണ് നമ്മളെ കൂടെ ഇല്ലാത്തത്, ആർക്കൊക്കെയാണ് നമ്മളുടെ നന്മ ആവശ്യമുള്ളത്, ആരൊക്കെയാണ് നമ്മളുടെ മോശം ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് വലിയൊരു തിരിച്ചറിവാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുക. സന്തോഷം വരുമ്പോഴും മനസ്സിലാവും, പക്ഷേ അത് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളോട് സ്നേഹം അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. നേരെ മറിച്ച് ഒരു സങ്കടം വരുന്ന സമയത്താണെങ്കിലുണ്ടല്ലോ കറക്റ്റായിട്ട് നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ചേഞ്ചാണ് ഉണ്ടായിരുന്നത്. എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും ചിരിപ്പിക്കുക, എല്ലാവരോടും ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെത്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ, അതൊരു ഫാക്ടർ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ മാക്സിമം ഞാൻ ആൾക്കാരോട് കൂടുതൽ സംസാരിക്കുകയും എൻഗേജ്ഡ് ആക്കാനും മറ്റുള്ളവരുടെ പ്രോബ്ലം കേൾക്കുകയും ആ പ്രോബ്ലം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ ആരെയും ഈ ഒരു പേരിൽ ഞാൻ ഹേർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വിഷയം വന്നപ്പോൾ എന്നെ താങ്ങാനായിട്ട് എൻ്റെ 2 ഫാമിലി തന്നെയാണ് ഉണ്ടായത്. അല്ലാതെ താങ്ങൽ പ്രതീക്ഷിച്ച ആരിൽ നിന്നും, അല്ല ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തെന്ന ആരിൽ നിന്നും എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സാണ്. അവരോട് എനിക്ക് ഓപ്പണായിട്ട് പറയാമായിരുന്നു, എൻ്റെ സങ്കടങ്ങൾ കരയാമായിരുന്നു. അപ്പോൾ ഒരുപാട് വേദനിപ്പിച്ച ആൾക്കാരുണ്ട്, ആരെയും ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു എൻ്റെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനിടയിൽ. അത് ഒരിക്കലും ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രൈവസികളുണ്ടാവും. അങ്ങനെ ചില പ്രൈവസികളിൽ ഒന്നായിട്ട് ഞാനത് കീപ്പ് ചെയ്യാണ്. സോ അങ്ങനെ ലൈഫിൽ വലിയ പ്രോബ്ലംസൊക്കെ വരുമ്പോഴാണ് കൂടെ നിൽക്കുന്ന പലരെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് എന്നെ മാറ്റിയതും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ വളരെ ബോൾഡാണ്. ഇപ്പം എനിക്ക് നന്നായിട്ട് തീരുമാനം എടുക്കാൻ അറിയാം. ഒരു കോമാളിയെ പോലെ മറ്റുള്ളവരെ ചിരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഇപ്പം എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുമൊക്കെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് വിഷമിക്കാനോ നമ്മളെ തന്നെ നമ്മൾ അണ്ടർ റേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടി വന്നില്ല. ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം നാച്ചുറലി തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. ചിലവർക്ക് പ്രഗ്നൻ്റ് ആവാൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. ഇതിനൊന്നും നമ്മളുടെ ഒരു തെറ്റായിട്ട് അത് കാണേണ്ട ആവശ്യമില്ല. ഒരിക്കലും നമ്മളെ തെറ്റുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. ആരെങ്കിലും ഇപ്പം നമുക്കൊരു കുഞ്ഞ് വേണ്ടാന്ന് ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ വേണ്ടാന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് അവരുടെ തീരുമാനമാണ്. അത് നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരുടെ തീരുമാനത്തിന് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ലൈഫാണ്. നമ്മൾ അത്യാവശ്യം പക്വതയുള്ളവർ തന്നെയല്ലേ. പിന്നെ എന്തിനാണ് ഈ പുറമേ നിൽക്കുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഇത്രയും വലിയ, അതായത് നമ്മുടെ വീട്ടുകാർക്കല്ല, റിലേറ്റീവ്സിനൊക്കെ ഇത്രയും വലിയ ചിന്ത നമ്മളെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഇവർ ഉപദേശിച്ച് തന്നാൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ. നമുക്ക് അറിയാലോ ഈ ഒരു വിഷയത്തിലൊക്കെ വെറുതെ പോയിട്ട് ഉപദേശിക്കാൻ നിൽക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും കുത്തി നോവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ആ പാവം എവിടെ കൊണ്ടുവച്ചാലും തീരില്ല കേട്ടോ. അവരെ വിഷമിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷവും നിങ്ങൾക്ക് എവിടെ കൊണ്ടുവച്ചാലും ആ പാവം മാറിക്കിട്ടില്ല. അത് ആലോചിച്ചോ. ആ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനുമില്ല. എന്തിനാണ് മറ്റുള്ളവരുടെ വേദന കണ്ടിട്ട് ഇത്രയും സന്തോഷിക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല. ദേഷ്യവും സങ്കടമൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പം എനിക്കൊരാഗ്രഹമുള്ളൂ, ഇതേപോലെ ഒരുപാട് അമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അവർക്കൊക്കെ ആ ഭാഗ്യം കിട്ടട്ടെ. ഒരുപാട് കുഞ്ഞിനെ ആഗ്രഹിച്ച് കിട്ടുന്ന ആ കുഞ്ഞിനും അതൊരു ലക്കായിരിക്കും. കാരണം ആ പേരൻസ് അവരെ പൊന്നുപോലെ നോക്കും.
അല്ലാത്തവർ നോക്കില്ല എന്നല്ല കേട്ടോ. നോക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ നമ്മളുടെ ഈ സമൂഹത്തിൽ. അവർക്കൊക്കെ കുഞ്ഞിനെ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർക്ക് പകരം ഒരു അമ്മയാവാൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിലാണ് ആ കുഞ്ഞെത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് എന്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ബോൾഡായിട്ടിരിക്കണം, എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ ബേബിയുണ്ട്, ഇനി അങ്ങോട്ടേക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് വേണ്ടുന്നത്, ഓരോ പുരുഷന്മാരോടും പറയുകയാണ്, നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത്. മറ്റാര് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ പാരൻസും ഇനി റിലേറ്റീവ്സ് ആണെങ്കിൽ ദയവേത് ശല്യം ചെയ്യാതിരിക്കുക. സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ശല്യം ചെയ്യാതിരിക്കുക. ഉപദേശങ്ങളും കൊണ്ട് ദയവേത് പോവാതിരിക്കുക. നിങ്ങളുടെ ഉപദേശത്തിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും അവർക്കില്ല. പിന്നെ ആ ഉപദേശം കൊടുക്കാനെങ്കിൽ അവരുടെ പാരൻസ് തന്നെ ധാരാളമാണ്. അവരുടെ പാരൻസ് ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് ഉപദേശം കൊണ്ടുവരും, സങ്കടം വരുമ്പോൾ ആരൊട്ട് സപ്പോർട്ടിന് ഉണ്ടാവുകയില്ല, സങ്കടമൊട്ടും മനസ്സിലാക്കുകയില്ല. സങ്കടം വന്നിരിക്കുന്നവരെ ഒരു കുത്തി നോവിക്കാൻ പോകണം എന്നല്ല പറയുന്നത്. അങ്ങനെ എല്ലാവരും ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സമാധാനിപ്പിക്കാനും ചില സമയത്ത് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില സമയം സമാധാനിപ്പിക്കുന്നത് കുത്തി നോവിക്കുന്നതിനേക്കാളും കഷ്ടമായിരിക്കും. അപ്പോൾ സ്വന്തം ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ അവസ്ഥ തൻ്റെ മകൾക്കോ അല്ലെങ്കിൽ തനിക്ക് തന്നെയോ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക, അടുത്ത ആൾ ഉപദേശിക്കാൻ പോകുന്നതിന് മുൻപ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഇത്രയാണ്. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിട്ട പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, എങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഡെലിവറി ആണോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണോ ഭയങ്കര പെയിൻഫുൾ. പലർക്കും ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ പറയാം, നോർമൽ ഡെലിവറിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു നിമിഷം അത് സഹിക്കാനുള്ള പവർ ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുക. ഇനി നമ്മളുടെ ലൈഫിന് അല്ലെങ്കിൽ കുട്ടിയുടെ ലൈഫിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓപ്പറേഷനിലേക്കാണ് പോവുക. ഓപ്പറേഷനിൽ നമുക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പെയിനും നമ്മൾ അറിയില്ല. പക്ഷേ ആഫ്റ്റർ ഡെലിവറി നമുക്ക് പെയിൻ അറിയാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെയിൻ തന്നെയുണ്ട്. പക്ഷെ അതും നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ തന്നെ ആയിരിക്കും. 10-28 ദിവസത്തോളം അല്ലെങ്കിൽ ഒരു 10-20 ദിവസത്തോളം അത്യാവശ്യം പെയിനുണ്ട്. പക്ഷേ നമുക്ക് ബേബിയെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ റിക്കവർ ആകും. കാരണം ബേബിക്ക് ഫീഡ് ചെയ്യാനൊക്കെ നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ബേബി കരയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഒരു വിഷയമായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി നല്ല രീതിയിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബേബി കരയുന്നത് കാരണമാണ് ഞാൻ പെട്ടെന്ന് തീർത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.